ഈ സംഭവം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതൊരു ബ്രഷാണ്, അറിയാം, നിങ്ങൾക്ക് തന്നെ അറിയാം ഇതൊരു ബ്രഷാണെന്നറിയാം. ബട്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം മിക്കവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. കുറച്ച് കാലം നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പുതിയ ബാറ്ററി ഇട്ടാൽ ഇത് വർക്കാവാതെ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അത് എങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്കായിരിക്കുന്ന ഈ ഒരു മെഷീനെ നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ശരിയാക്കാം, അതും വളരെ ലളിതമായിട്ടുള്ള നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന. കാരണം ഇതിനകത്ത് അങ്ങനെ അധികമുള്ള മെക്കാനിസം ഒന്നുമില്ല, 1-2 പാർട്സ് മാത്രമേ ഉള്ളൂ. അതിനെ അഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ എന്തെല്ലാം പാർട്സാണ് ഉള്ളതെന്നും അതെങ്ങനെയാണ് ശരിയാക്കി എടുക്കാമെന്നും നമുക്ക് നോക്കാം. ഞാൻ ഈ ഡിവൈസ് വാങ്ങിച്ചപ്പോൾ എനിക്ക് സ്പെയറായിട്ട് 4 ബ്രഷസ് കിട്ടിയായിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം ഇതാണ് അതിൻ്റെ ഹോൾഡർ. ബട്ട് ഈ ഹോൾഡറാണ്, അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ബ്രഷ് വെക്കുന്നതാണ് ശരിക്കും ഇതിൻ്റെ മോട്ടർ കംപ്ലൈൻറ്റ് ആകാനുള്ള, അല്ലെങ്കിൽ മോട്ടർ ജാം ആവാനുള്ള മെയിൻ റീസൺ എന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ അതെങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ മോട്ടർ ജാം ആവുന്നതെന്ന് ഞാനത് അഴിച്ച ശേഷം നിങ്ങളെ കാണിക്കാം. അത് പറഞ്ഞ് ഈ സാധനം സൈഡിലോട്ട് വയ്ക്കുകയാണ്. ഊരേണ്ട വിധം എങ്ങനെയാണ്, അല്ലെങ്കിൽ അഴിക്കേണ്ട വിധം ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് നോക്കുക. ജസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ബ്രഷ് ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട്. അത് ഇതിന് മെയിനായിട്ടൊരു മോട്ടറും 2 ബാറ്ററിയും അത്രേ ഉള്ളൂ. ഇതിന് അധികം വേറെ മെക്കാനിക്കൽ പാർട്സ് ഒന്നുമില്ല. ഒരു മാനുവൽ സ്വിച്ച്, ഒരു മോട്ടർ, 2 ബാറ്ററി. ഇതാണ് ഇതിൻ്റെ ടോട്ടൽ മെക്കാനിസം. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് അഴിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അഴിക്കാൻ വളരെ സിമ്പിളാണ്. ഇതാണ് എൻ്റെ ബാറ്ററി ഹോൾഡർ. ഈ ബാറ്ററി ഹോൾഡർ ജസ്റ്റ് റിമൂവ് ചെയ്യുക. ഇത് 2 AA ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന റീചാർജബിൾ ടൈപ്പാണ്. 600 mAh റീചാർജബിൾ ബാറ്ററിയാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൽ. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം 2 ലോക്ക് കാണും. ഈ ലോക്കാണ് നമുക്ക് ആദ്യം ഇളക്കി മാറ്റേണ്ടത്. ഈ 2 ലോക്ക് കാണും. ഈ 2 സൈഡിലായിട്ട് 2 ലോക്കുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി മാറ്റിയ ശേഷം, ജസ്റ്റ് സൈഡിലോട്ട് ഇളക്കി മാറ്റിയ ശേഷം മുൻപിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിത് ഈ പാർട്സ് ഊരിയെടുക്കാവുന്നതാണ്. നിങ്ങൾ കാണാൻ സാധിക്കും, ഇതാണ് ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള പാർട്സുകൾ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും. ഇത് 2 ബാറ്ററി ഹോൾഡറാണ്. ഇവിടെ 2 ബാറ്ററി ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു മോട്ടർ ഡയറക്റ്റ് കണക്ഷനാണ്. വേറെ ഒരു സർക്യൂട്ട്, അഡീഷണൽ സർക്യൂട്ടും ഇല്ല. 2 ബാറ്ററി, AA 2 ബാറ്ററി, ഒരു മോട്ടർ, ഒരു മാനുവൽ സ്വിച്ച്, ഓൺ ഓഫ് സ്വിച്ച്. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. എന്തുകൊണ്ടാണ് ഇത് സ്റ്റക്ക് ആവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് മോട്ടർ ജാം ആവുന്നത് എന്നുള്ള റീസൺ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ പൊസിഷൻ സ്ട്രെയിറ്റ് പൊസിഷനാണ്. ഈ ഒരു പൊസിഷനിലാണ്. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. മോട്ടറിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഈ സൈഡിലാണ്. ഞാനിത് ഊരി മാറ്റി കാണിച്ചു തരാം. ഇതിന് ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട്. ഇതെൻ്റെ ഹോൾഡറാണ്. ഇത് എൻ്റെ ഒരു റബ്ബർ ബുഷാണ്. അതായത് വെള്ളം അകത്ത് കയറാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ബുഷാണ്. ഈ റബ്ബർ ബുഷ് ശരിക്കും നമ്മൾ ഈ റബ്ബർ ബുഷ് യൂസ് ചെയ്യുന്നത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയാണ്. ബട്ട് കാലക്രമേണ ഇതിൻ്റെ ഹോള് വലുതാകുകയും നമ്മൾ ഈ വെർട്ടിക്കൽ രീതിയിൽ ഈ മെഷീൻ വയ്ക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കഴുകിയാണ് വെക്കാറുള്ളത്. അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്ന സമയത്താണെങ്കിലും ശരി, അത് ഈ സൈഡിൽ കൂടി വരുന്ന വെള്ളം ഇതുവഴി ഒഴുകി ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അകത്തോട്ട് പോകുന്നു. ഈ അകത്തേക്ക് പോയത് ചിലപ്പം പേസ്റ്റ് കലർന്ന വെള്ളമാകാം. പേസ്റ്റ് കലർന്ന വെള്ളമാകുമ്പോൾ അറിയാമല്ലോ, അത് കുറച്ച് കഴിയുമ്പോൾ ജാം ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ വെള്ളം ഈ മോട്ടറിൻ്റെ ഈ ബുഷ് വഴി മോട്ടറിൻ്റെ അകത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതാണ് മെയിനായിട്ട് ഈ മോട്ടർ സ്റ്റക്ക് ആവാനുള്ള റീസൺ. അപ്പോൾ ഇൻ കേസ് ഇങ്ങനെ സ്റ്റക്ക് ആണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട്, അതായത് ഈ സൈഡിലൂടെയും അതുപോലെ തന്നെ ഈ സൈഡിലൂടെ അടിഭാഗത്തും മുകളിലൂടെയും ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഓയിൽ വീട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ മണ്ണെണ്ണയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്തൊരു മിശ്രിതം ജസ്റ്റ് ഈ ഹോൾ വഴി അകത്തോട്ട്, ഇതുവഴിയും 3 ഓപ്പണിംഗ് ഉണ്ട്. ഇതുവഴി അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ കൂടെ
ജസ്റ്റ് ഓരോ തുള്ളി 1-2 തുള്ളി ജസ്റ്റ് അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പ്ലെയർ ഉപയോഗിച്ച് ഈ നീഡിൽ നിന്ന് പ്രസ് ചെയ്ത ശേഷം ജസ്റ്റ് മോട്ടറൊന്ന് കറക്കുക. സ്റ്റക്കായിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഓയിലിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് ലൂസായിക്കോളും. ലൂസായി അതിരിക്കുന്ന കച്ചട എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതിന് പൊയ്ക്കോളും. റൊട്ടേറ്റ് ചെയ്ത ശേഷം പഴയ പോലെ തിരിച്ചിടുക. നമ്മുടെ പഴയ പോലെ തന്നെ ആ ബുഷ് ആദ്യം ഇട്ട് അതിനുശേഷം നമ്മുടെ ഹോൾഡർ അതിലോട്ട് ഇട്ട ശേഷം പഴയ പോലെ തന്നെ നമ്മൾ ഫ്രെയിമിലോട്ട് ഇത് ഇടുക. ഫ്രെയിമിലോട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് ഇതാണ് നമ്മുടെ സ്വിച്ച് പോർഷൻ. ആ സ്വിച്ച് പോർഷൻ ഈ സ്വിച്ച് പോർഷനുമായിട്ട് അതേ ലെവലിൽ ഇടാൻ പാടുള്ളൂ, തിരിച്ചിടാൻ പാടില്ല. തിരിച്ചിട്ട് കഴിഞ്ഞാൽ കയറത്തില്ല, സ്റ്റക്കായി പോകും. ഓക്കെ, ഈ ഒരു പൊസിഷൻ തന്നെ നമ്മൾ അകത്തോട്ടിടുക. അത് വളരെ സാവധാനം ഇട്ട ശേഷം ഒന്ന് ജെൻ്റ്ലി ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ലോക്ക് പൊസിഷനിൽ തന്നെ വീണിട്ടുണ്ട്. അത് പൊസിഷനിൽ വീണില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് ഊരി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇപ്പോൾ നമ്മുടെ അകത്തുള്ള പൊസിഷൻ ലോക്കിൽ തന്നെ വീണിട്ടുണ്ട്. അതിനുശേഷം ബാറ്ററി ഇടുക. ബാറ്ററി ഇട്ട് അടയ്ക്കുക. ഇങ്ങനെയാണ് ഇത് ലളിതമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള രസകരമായിട്ടുള്ള ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.